بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم سلمنا من النفاق اللهم سلمنا من النفاق اللهم طهر قلوبنا من النفاق يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഗുരുതരമായിട്ടുള്ള, നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്തതായിട്ടുള്ള വിഷയത്തെ പറ്റിയിട്ടാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പറഞ്ഞുകൊണ്ട് എടുത്തെടുത്തെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തന്റെ അടിമകളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നിഫാഖ് എന്ന് പറയുന്നത്. ആ ഒരു വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോ, ആ ഒരു വിഷയത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അള്ളാഹുവിന് അത്രയേറെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തും പറയാനുള്ളത്, നമ്മള് മുന്നേ ചർച്ച ചെയ്തിരുന്ന സ്വലാത്തിനോട് ചേർന്ന് ആ ഖുശൂഉമായി ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വരുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. വല്ലവനും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്, നിഫാഖിനെ പറ്റിയിട്ട്, കാപട്യത്തെ പറ്റിയിട്ട് ഗഫ്ലത്തിലായെങ്കില്, അശ്രദ്ധയിലാണെങ്കില് അവന് മുനാഫിഖാണ് എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മള് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവം, അഥവാ നിഫാഖ് മുനാഫിഖ് എന്ന് പറയുമ്പോ നമുക്ക് ഒരു കാഫിറിനെ പോലെ സുപരിചിതമായിട്ട് തോന്നും, അല്ലെ? അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഞാനതൊന്നും അല്ല, ഞാനതൊന്നും ആവൂലായിരിക്കും എന്നുള്ള ഗണത്തില് നമ്മൾ ആശ്വസിക്കുന്ന ഒരു ടൈപ്പാണ് ഈ നിഫാഖ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എത്രത്തോളം ഈ വിഷയത്തെ പറ്റി നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം ഹൃദയം തുറന്ന് കാത് കോർത്ത് ഈ വിഷയം ശ്രദ്ധിക്കുന്നോ, ഇതിനെപ്പറ്റി പഠിക്കുന്നോ, നമുക്ക് മനസ്സിലാവും ഓരോരോ അടയാളങ്ങളും നമ്മിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇന്ന് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള സലഫുകള് അവരെങ്ങനെയാണ് ഈ ഒരു നിഫാഖിനെ കണ്ടത്, അവരെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരുപാട് ദീർഘിപ്പിച്ച് ഈ ഒരു വിഷയത്തെ പറ്റി പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വളരെ കുറച്ച് മാത്രമായിട്ടായിരിക്കും ഈ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ടാവുക. കാരണം ചെറിയ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം. ഒരു ഉദാഹരണം അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് കള്ളിനെ പറ്റിയിട്ട് നിരോധനത്തിന്റെ ആയത്ത് ഇറക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്ക് വേണമെങ്കിൽ അവര് ആ ഒരു മാധുര്യം നുകർന്നവരാണ്, ഹിദായത്തിന്റെ ആ ഒരു എന്താ പറയാ, യഥാർത്ഥമായിട്ടുള്ള ഹക്കിന്റെ മാധുര്യം ഹക്കിന്റെ മാധുര്യം നുകർന്നവരായതുകൊണ്ട് തന്നെ ഒരു പക്ഷെ കള്ള് പരിപൂർണമായിട്ട് ഹറാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒരു പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റുമായിരിക്കും. അത് കുറച്ച് കടുത്ത പണിയാണെങ്കിലും അവര് അള്ളാഹുവിനെ അറിഞ്ഞതുകൊണ്ട് തന്നെ, അള്ളാന്റെ ആ സ്നേഹം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ അവർക്കത് ഉപേക്ഷിക്കാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്താ ചെയ്തത്? ആദ്യം ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറ, ആദ്യം അവരോട് നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്താ വരുന്നത്? കള്ളു കുടിച്ചവരായിരിക്കെ, ലഹരിയിലായിരിക്കെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത്. എന്നിട്ട് അള്ളാഹ് അതിന് പറഞ്ഞ ഒരു ഉപാധി, അതെന്തുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് എന്ന് കൂടെ അള്ളാഹ് പറയുന്നുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയണത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ നിങ്ങൾ എന്താണ്? ബോധ്യമാകാത്തത് വരെ നിങ്ങൾ ലഹരിയിലാണ്. അത് ആകേണ്ടതുണ്ട്. ഒരു കുത്ത് കോമിട്ടിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഒന്ന് പോസ് അടിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളാരും ജസ്റ്റ് ഇത് പ്ലേ ചെയ്ത് അവിടെ ഓണാക്കി വെച്ചിട്ട് അശ്രദ്ധരല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കാണ്. കാരണം ഞാൻ എന്നെ പേടിക്കുന്ന പോലെ ഈ ഒരു വിഷയത്തില് നിങ്ങൾ ഓരോരുത്തരെയും പേടിക്കുകയും ഞാന് ഈ അഥവാ നമ്മൾ ഒരുമിച്ച് ഈ വിഷയത്തെ അത്രയും ഗൗരവത്തില് കണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹ് നമ്മളെ ആഗ്രഹങ്ങളും നമ്മളെ അഭിലാഷങ്ങളും ഹക്കൈക്കാക്കി തരട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പോ കള്ളിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ആദ്യം മുഅ്മിനീങ്ങൾക്ക് കൊടുത്ത കൽപ്പന ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുക്കാറ. നിങ്ങൾ കള്ള് കുടിച്ചവരായിരിക്കും എന്ത് ചെയ്യരുത്? സ്വലാത്തിലേക്ക് പ്രവേശിക്കരുത്. കാരണം എന്താണ്? നിങ്ങൾക്ക് പറയണത് എന്താണ് നിങ്ങൾക്ക് ബോധ്യാവൂല. അതുകൊണ്ടാണെന്ന് അള്ളാഹ് പറയുന്നുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇന്നത്തെ നമ്മളെ സുബഹിന്റെ അവസ്ഥ എന്താണ്? ഇന്നത്തെ നമ്മളെ ദുഹാ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നമ്മള് കള്ള് കുടിക്കാത്തവരായിരിക്കെ തന്നെ ലഹരിയിലാണ്. തോന്നണില്ലേ? അള്ളാഹു എന്താണ് പറഞ്ഞത് എന്ന് പോലും, അള്ളഹാനോട് എന്താണ് മിണ്ടുന്നത് എന്ന് പോലും ബോധ്യമില്ലാത്ത രൂപത്തില് നമ്മൾ എത്രയോ ഗഫ്ലത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. കള്ള് കുടിച്ചവര്, ആ കള്ള് കുടിച്ചവരോട് അവര് അങ്ങനെ നിസ്കാരത്തിലേക്ക് പോവില്ലേ എന്നുള്ള ഉപാധി പറയാൻ കാരണം അവരുടെ ആ ലഹരിയാണ്. ആ ലഹരി നിമിത്തം അവർക്ക് എന്താണ് പറയണത് എന്താണെന്ന് ബോധ്യം ഉണ്ടാവൂല. നമ്മളും അവരും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാ ഉള്ളത് പ്രിയപ്പെട്ടവരെ? അവരെ ഒരു കാരണം കൊണ്ടാണെങ്കിലും കാരണം ഇല്ലാതെ തന്നെ നമ്മളെ ഹൃദയം അശ്രദ്ധയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ഹൃദയം എങ്ങോട്ടാണ് പോണത് എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതിൽ എന്തൊരു കാര്യം പറയുമ്പോഴും അത് ആദ്യം എന്നിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. നമ്മൾ നമ്മളെ ഹൃദയത്തെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കണം. വേറൊരു രസം എന്താണെന്നറിയാം? നമ്മൾ എത്രത്തോളം നമ്മൾ ഹൃദയത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അത്രത്തോളം ഹൃദയം ഓടിപ്പോവാന് വെമ്പിക്കൊണ്ടിരിക്കും. നമ്മൾ അശ്രദ്ധയിലാണ് സമയത്ത് വലിയൊരു പണി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യണത് അങ്ങനെ ഒരു റുട്ടീനായി ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ഇഹ്ലാർ നീയയോടുകൂടി നീയത്തിനൊക്കെ ഹയാത്താക്കിയിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് റബ്ബേ, അതിനേക്കാൾ പണിയുള്ള ഒരു കാര്യം ഉണ്ടാവൂലല്ലേ? നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഓരോ അധ്യായത്തിലുള്ള കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറുന്ന സമയത്ത് നല്ല രസമായിരിക്കും. പക്ഷെ ആലോചിച്ച് ചെയ്യാന്നുള്ളത് നമ്മളെ ശരീരം കുഴങ്ങുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ എന്താ പറയാ, ബ്രെയിൻ അവിടെ വർക്ക് ആയിട്ടുണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടത് അതാണ്. അപ്പോ ഇനി നമ്മളെ വിഷയത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാം. ഈ ഒരു ചോദ്യം എനിക്കും നിങ്ങൾക്കും ഞാൻ ഇട്ട് തന്നതാണ്. കള്ള് കുടിച്ചവരായിരിക്കാണ് അവര് മത്ത് ബാധിച്ചതെങ്കിൽ, കള്ള് കുടിച്ചിട്ട് ലഹരി ബാധിച്ചിട്ടാണ് അവർക്ക് അള്ളാഹുമായിട്ടുള്ള സംസാരം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതെങ്കിൽ, കള്ള് കുടിക്കാത്ത, ലഹരി ഉപയോഗിക്കാതെ മത്ത് പിടിച്ചു പോയ, അശ്രദ്ധയിലായി പോയ നമ്മളെ അവസ്ഥ എന്താണ്? നമ്മളെ നിലപാട് എന്തായിരിക്കും? അവര് പോയ അതേ സ്വർഗത്തിക്ക് തന്നെ വേണം നമുക്കും പോവാന്. ഈ ദുനിയാവിന്റെ അവസാനത്തില് രണ്ടേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെ നേടിയാലും ഒരുപാട് സമ്പത്ത്, സന്താനങ്ങള്, നല്ല വീട്, നല്ല വാഹനം, നല്ല ഫോണ്, നല്ല ഗാഡ്ജറ്റുകളൊക്കെയും, പിന്നെന്താണ് നല്ല ജോലി, നല്ല സാലറി, എന്തൊക്കെ സ്റ്റേജ് ഉണ്ടോ, അതിൽ ഏതൊക്കെ ലെവല് നമ്മൾ എത്തിയോ, എല്ലതും കഴിഞ്ഞ് കഴിഞ്ഞാലും ലാസ്റ്റ് എൻഡ് രണ്ട് റൂട്ടുള്ളൂ. ഇമ്മാ ഫിൽ ജന്ന ഔ ഇമ്മാ ഫിന്നാർ. ഒന്നെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഇത് രണ്ടാലൊരു ഒരു വീടല്ലാതെ നമുക്ക് ഇല്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു വീട്ടിലേക്ക്, നമ്മളെ സ്വന്തം തറവാട്ടിലേക്ക് ഉള്ള പോവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി അത് കാടും മുള്ളും എന്താ പറയാ, എല്ലാ പ്രയാസങ്ങളും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആയുധങ്ങൾ കരുതിയിരിക്കണം. എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. എങ്കിൽ മാത്രാണ് ആ വഴിയിൽ ഒരു തടസ്സമില്ലാതെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വഴി മാറി മറ്റൊരു ഗേഹത്തിലേക്ക് നമ്മൾ അധംപതിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഈ കള്ളിന്റെ വിഷയം പറഞ്ഞ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവരടുത്ത് എന്ത് പറഞ്ഞു? കള്ള് കുടിച്ചോണ്ട് നിസ്കരിക്കരുത്. പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത സ്റ്റെപ്പിലാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്? ഹെംറ് എന്താണ്, കള്ളെന്താണ്, ഹറാമാണ് എന്നുള്ളത് അല്ലെ? സുബ്ഹാനല്ലാഹ്. അത് അവര് സ്വീകരിച്ചു. അതുപോലെ അഥവാ അവിടെ ആ ഒരു കള്ളെന്ന് പറയുന്നത് അത് അത്രയും
ആ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയും എന്താ പറയാ ഒരു ഭയങ്കരായിട്ട് അവര് ആ ഒരു വിഷയത്തിലേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നാണ്. അഥവാ ഒറ്റയടിക്ക് ആ ഒരു വിഷയത്തിൽ നിന്ന് അവരെ എടുക്കുക എന്നുള്ളത് എന്താണ്? എടുക്കാൻ പറ്റുമെങ്കിലും പക്ഷെ അത് ഒരുപാട് എന്താ പറയാ ഹിക്മത്തിൻ അഥവാ അള്ളാഹുവിന്റെ ഹിക്മത്ത് സുബ്ഹാനല്ലാഹ്. ഓരോ അത്രയും അവർ അധംപതിച്ചു പോയൊരു വിഷയത്തിൽ നിന്ന് അവരെ അള്ളാഹു സംസ്കരിച്ചെടുത്തത് ലെവലുകളായിട്ടാണെങ്കില് നമ്മൾ ഈ ഒരു പാഠത്തില് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയത്തില് ഇവിടെയും നമ്മൾ ലെവലുകളായിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. ഒരാഴ്ച നമുക്ക് ഇന്ന് കിട്ടിയ കാര്യങ്ങള് അത് നമ്മില് കഠിനമായി കൊണ്ടുവരാനുള്ള ഒരാഴ്ചയാണ് ഈ ഒരു സമയം എന്ന് കരുതണം പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ ദിവസം അയവിറക്കിക്കൊണ്ടിരിക്കണം. വളരെ കുറച്ച് കാര്യം മാത്രമാണ് നിഫാഖിന്റെ വിഷയത്തിൽ പറയുള്ളൂ. കാരണം നിഫാഖ് എന്നുള്ളത്, കാപട്യം എന്നുള്ളത് അത് നമ്മിലുണ്ടോ ഇല്ലയെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തില് അത്രയും വേരിറങ്ങിയിട്ടുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫി ദറക്കിൽ അസ്ഫലി മിനന്നാർ ويعذب الله المنافقين والمنافقات والمشركين والمشركات. അള്ളാഹ് ആദ്യം പറഞ്ഞത് മുനാഫിഖീങ്ങളെ ശിക്ഷിക്കുന്ന, എന്നിട്ടാണ് അള്ളാഹ് മുശ്രിക്കുകളെ ശിക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, എത്രമാത്രം അപമാനകരമായിട്ടുള്ളതാണ്. അഥവാ അപ്പുറത്ത് അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ ധിക്കരിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പോലും, അഥവാ ഫിർഔനിന്റെ വിഷയത്തില് മുങ്ങിത്താഴുന്ന വിഷയത്തില് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഉണ്ടായ സന്ദർഭം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ റസൂലിന്. അപ്പൊ അത്രയും നീചനായ ഫിർഔന് പോലും, നമ്മൾ ആലോചിക്കണ ആ നീചന്റെ ആ ഫിർഔനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യും. എന്താണ് ഫിർഔന്റെ അവസ്ഥ? എല്ലാ ആൺമക്കളെയും പിഞ്ച് പിഞ്ച് കുട്ടികൾ പ്രസവിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ ക്രൂരമായിട്ട് കൊല്ലാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഗസയിലെ സംഭവം എന്താ? അത് അവര് ബോംബ് അവര് നേരിട്ട് വന്ന് കൊല്ലുന്നില്ല, അല്ലെങ്കിൽ അവര് നേരിട്ട് വന്നിട്ട് തല വിച്ഛേദിക്കുന്നില്ല, അല്ലേ? അവര് ബോംബ് അറിയാം. ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റൂലെങ്കിൽ, ഇത് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഫിറഔന്റെ ആ ക്രൂരതകളെ പറ്റിയിട്ട്. എല്ലാ ആൺമക്കളെയും പിടിച്ചുകൊടുന്ന് ഫിറഔൻ അവന്റെ രാജസന്നിധിയിൽ വെച്ച് അവൻ എന്താ ചെയ്യുന്നത്? പിടിച്ചു കൊല്ലാണ്, ഫിറഔനും ഫിറഔന്റെ ആൾക്കാരും കൂടെ. ഇനി ആ ഫിറഔന്റെ ക്രൂരതന്റെ അങ്ങേയറ്റം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിരുന്ന ആസിയ അലൈഹിസ്സലാമിനെ ഒന്ന് നോക്കി നോക്കി. ഫിറഔൻ എന്നുള്ള ഫോക്കസ് ചെയ്ത് പറഞ്ഞ സ്ത്രീ, എന്താണ് ഉണ്ടായത് ആ ഫിറഔന്? അവസാനം ആസിയ റളിയല്ലാഹു അൻഹയുടെ അവസാന സമയങ്ങൾ എങ്ങനെയാണ്? അവരുടെ ഗുഹ്യഭാഗങ്ങളിലേക്ക് പഴുപ്പിച്ച ഇരുമ്പ് കുത്തി കയറ്റിയിട്ടും അത്രയും ക്രൂരമായിട്ട് ഫിറഔനും ഫിറഔന്റെ കിങ്കരന്മാരും കൂടി എന്ത് ചെയ്യാണ്? ആസിയ ബീവിനെ വേദനിപ്പിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. ആസിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് തന്നെ എന്താണ് അള്ളാഹിനോട്? വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിസ് ളാലിമീൻ. ഫിറഔന്റെ കാട്ടിക്കൂട്ടലിൽ നിന്ന് അള്ളാഹ് എന്നൊന്ന് രക്ഷിക്കണേ എന്നാ പറഞ്ഞത്. അത്രയും ക്രൂരനായ ഫിറഔന് നമ്മൾ മനസ്സിലാക്കണം. ആ ഫിറഔനെ ശിക്ഷിക്കുന്നതിന് മുന്നേ നമ്മളെ ശിക്ഷിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഒന്ന് കണ്ണിലൊന്ന് കണ്ടോക്ക്. ഞാൻ ആ ഫിറഔന്റെ ക്രൂരതകള് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ചുരുക്കി പറഞ്ഞത്, ഇത്രയും ക്രൂരനായ, ഇത്രയും അള്ളാഹുവിന് വെറുക്കപ്പെട്ട ഈ ഫിറഔന്റെ മുൻപേ നമ്മളെങ്ങാനും മുനാഫിഖായി പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവന് മുന്നേ നമ്മളെ അപമാനിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും താങ്ങാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കരുതിയിരിക്കാൻ. നിഫാഖ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഷെയ്ത്താൻ നമ്മളെ ഉറപ്പായും എന്ത് ചെയ്യും? മറപ്പിച്ച് കളയും, അല്ലെങ്കിൽ നമ്മളെ അശ്രദ്ധയിലാക്കി കളയും. നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഹൃദയമില്ലാത്ത, ജീവനില്ലാത്ത അമലുകളായി മാറുന്ന പറഞ്ഞത്. ഇരുമുഖിക്കാണ് ഈ മുനാഫിഖ് എന്ന് പറയാ. അഥവാ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി പൊടിതട്ടി എടുക്കുകയാണ് വീണ്ടും വീണ്ടും. അവര് നല്ല ആൾക്കാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അള്ളാഹ് അങ്ങനെ തന്നെ പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ അല്ലെ? അഥവാ വിശ്വസിച്ച് വരും മുഅ്മിനീങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന പറഞ്ഞവര് പറയാ
ഖാലു ആമന്ന, അവര് പറയാ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഇനി അവര് അവരുടെ ആൾക്കാരുമായിട്ട്, ചീത്ത ആൾക്കാരുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മുഅ്മിനുകളല്ലാത്തവരടുത്ത് അവരെത്തിയാൽ അവരെന്തറിയും? ഇന്ന മാക്കും ഇന്ന എന്താ അവര് പറയാ? തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഒപ്പം തന്നെയാണ്, ഞങ്ങൾ അവരെ കളിയാക്കിയെന്ന് മാത്രമേ ഉള്ളൂന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക, നമ്മൾ ഈ ഒരു ഗണത്തിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് എന്താണ് നിഫാഖ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. എന്ത് വിഷയത്തിലാണെങ്കിലും, ഇനിയിപ്പോ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണെങ്കിലും രണ്ട് മുഖത്തോട് കൂടിയിട്ടായിരിക്കും അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. പ്രത്യക്ഷത്തില് നമ്മളെ നിസ്കരിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ആ നോമ്പ് നോക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മളെ നിസ്കാര ശേഷമുള്ള അസ്കാറുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അസ്കാർ സ്വബാഹ് വൽ മസാ, അതിന് ജീവനില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ പറ്റും. എന്താണ്? നീ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തത് എന്താണോ, നിന്റെ നിസ്കാരത്തിലായിക്കോട്ടെ, നീ മനഃപൂർവം ബോധപൂർവം അർത്ഥമറിഞ്ഞ് കൊണ്ട് ചെയ്തത് എന്താണോ അത് അത് മാത്രാണ് നിനക്കുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നമുക്ക് കാണാൻ പറ്റും. ഈ കാര്യം ഉണ്ടല്ലോ, ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തതൊക്കെ എന്താണ്? നിഫാഖിലേക്ക് ചാഞ്ഞു പോവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നമ്മള് ഹൃദയം അറിഞ്ഞുകൊണ്ട് നമ്മള് ബോധപൂർവം പറയാത്തത് എന്തൊക്കെ ഉണ്ടോ അന്നാലോചിച്ച് നോക്കി. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അള്ളഹാനോട് സംസാരിക്കുകയാണെങ്കിൽ ബോധപൂർവം അള്ളഹാനോട് സംസാരിക്കൂലേ? അതല്ലാതെ അശ്രദ്ധയിലാണെങ്കിൽ നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്താ ഉള്ളത്? ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണെന്നെങ്കിലും ബോധ്യം വേണ്ടേ? ബാക്കി എന്തോരാ വിചാരിക്കുക? ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക ഞാൻ ഇപ്പൊ നിസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല്? അതല്ലെങ്കില് ഞാന് കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം വേണ്ടേ? അഥവാ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏത് ഇബാദത്തുകളും നമ്മൾ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കുക. ഏത് ഇബാദത്തുകളും ഏത് ദുആകളായിക്കോട്ടെ, നമ്മളെ നാവ് ചലിക്കുന്നതിനോടൊപ്പം നമ്മളെ ഹൃദയവും അതിനോടൊപ്പം ചലിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ളതാണ്, നമ്മളെ റബ്ബിന് വേണ്ടി മാത്രമുള്ളതാണ്. അതല്ലാത്തതൊക്കെയും നിഫാഖിലേക്ക് ഓടിപ്പോകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നിഫാഖിൽ നിന്നുള്ള, നിഫാഖിനെ തൊട്ട് ഭയക്കുക എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നിഫാഖിനെ തൊട്ട് നമ്മൾ സദാ ഭയക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചില അടിമകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹ് പറയാണ്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില. അള്ളാന്റെ പ്രിയപ്പെട്ട അടിമകള്, അവരിൽ ചില ആൾക്കാരുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയാണിത്. ഒരൊറ്റ മിനിറ്റ്. والذين يؤتون يؤتون ما أتوا وقلوبهم وجلة أنهم إلى ربهم راجعون. ഞങ്ങളെ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന ഹൃദയത്തില് ഭയപ്പെട്ടുകൊണ്ട് ദാനം ചെയ്തിട്ടുള്ള ആൾക്കാർ ആരാണോ, അഥവാ അള്ളാന്റെ മുഅ്മിനീങ്ങൾ എന്താണ്? അവര് ദാനം ചെയ്യും. അവര് ദാനം ചെയ്തതിനു ശേഷം അവരുടെ ഹൃദയം എന്തായിരിക്കും? ആ ദാനം ചെയ്യുന്ന സമയത്ത് അവരെ ഹൃദയം പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കും. എന്തിന്റെ പേരില്? ഞങ്ങളെ റബ്ബിലേക്ക് മടങ്ങേണ്ടതാണല്ലോ ഞങ്ങൾ എന്നുള്ള ഭയത്താൽ അവരുടെ ഹൃദയങ്ങള് പേടിച്ചു കൊണ്ടിരിക്കുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്താണിത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവരുടെ പ്രത്യേകത എന്താണ്? ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. അവരെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്ന? അവരുടെ
ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരുടെ പ്രത്യേകത എന്താണ്? അവരെന്താണ്? നന്മയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവരായി. സാരിഉ, സാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. വസാരിഊ എന്നുള്ളതിന്റെ മഗ്ഫിറത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഓട്ടാണ് അവരെന്ത് ചെയ്യുക? ഖൈറാത്തിലേക്ക് ഓടുക. വഹും ലഹാ സാബിഖൂൻ. അവരെന്നെയാണ് അതിൽ മുൻകടക്കുന്നവര്. ഇവിടെ നമുക്ക് മൂന്ന് അടയാളങ്ങൾ കിട്ടും മുഅ്മിനീങ്ങളെ പറ്റിയിട്ട്. ഈ മൂന്ന് അടയാളങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ ഹൃദയത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വെച്ച് നോക്കുക. അഥവാ ഒന്നാമത്തേത് എന്താണ്? മുഅ്മിനീങ്ങൾ അവര് കൊടുക്കുന്നവരായിരിക്കും. അവരെന്താണോ ചെലവഴിക്കുന്നത്, അവര് ചെലവഴിക്കുന്നത് എന്താണെങ്കിലും അവര് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര പേടിച്ചിട്ടാണ്. അതോ എന്റെ അടുത്തൊന്നും തീർന്നു പോകൂലേ എന്നുള്ള പേടിയല്ല. ഞങ്ങളെ റബ്ബിലേക്ക് കണ്ടുമുട്ടാനുള്ളവരാണല്ലോ എന്നുള്ള പേടി നിമിത്തം വജിലത്ത് ഖുലൂബും, അവരുടെ ഹൃദയങ്ങൾ വിറച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരെന്താണ്? ഖൈറാത്തിലേക്ക് ഓടുന്നവരായിരിക്കും. അവരെന്നെ ആയിരിക്കും ഫസ്റ്റ് എത്തുകയും ചെയ്യുക. ഓടിയിട്ട് പിന്നെ അവരവിടെ നിൽക്കൂല. ആ ഓട്ടം നിൽക്കുന്നില്ല എന്നാണ് അവസാനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ മുഅ്മിനീങ്ങളെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹിനെ തൊട്ടിട്ട് അവർക്ക് ഖശിയാണ്. നമ്മൾ മുന്നേ സ്വലാത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖൗഫും ഖശിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ നിഫാഖിനെ പറ്റി പറഞ്ഞ സമയത്ത് ഖൗഫു എന്നാ പറഞ്ഞത്. ഖൗഫും മിനൻ നിഫാഖ് എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. പക്ഷെ അള്ളാഹിനെ പറ്റി ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ ഖശ്യത്തുഹും മിനല്ലാഹ് എന്നാ ഞാൻ പറഞ്ഞത്. ഖൗഫും ഖശിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മുൻപിൽ ഒരു സിംഹം വന്നു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് ഓടുക? സിംഹത്തെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി സിംഹത്തിന്റെ അടുത്തേക്ക് നമ്മൾ ആരെങ്കിലും ഓടിപ്പോവോ? ഒരിക്കലും ഇല്ല അല്ലെ? ആ സിംഹം എന്നെ എപ്പൊ പിടിക്കോ എന്നുള്ള രീതിയിൽ പിന്തിരിഞ്ഞ് നമ്മൾ ഓടും. അതാണ് ഖൗഫ്. അതാണ് ഇവിടെ നിഫാഖിന്റെ വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിഫാഖ് സിംഹത്തെക്കാൾ അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും ഭീകരനാണ്. അത് ഇന്നെപ്പം പിടികൂടുമെന്ന് കരുതിയിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടലാണ് ഖൗഫ് എന്ന് പറയുന്നത്. പക്ഷെ റബ്ബിന്റെ വിഷയത്തിൽ പറഞ്ഞത് ഖശിയാണ്. ഖശിയ എന്ന് പറഞ്ഞാല് എന്റെ അള്ളാഹ്ക്ക് എന്നോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ടാവോ, എന്റെ അള്ളാഹ്ക്ക് എന്നെ വേണ്ടാതായിട്ടുണ്ടാവോ എന്ന് കരുതിയിട്ട് അള്ളാഹിന്റെ അടുത്ത് ഓടൂലേ? നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാള്, അയാൾക്ക് എന്നെ ഇപ്പം ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടാവോ എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് നമ്മൾ അയാളിന് പിന്തിരിഞ്ഞ് ഓടുകയാണോ ചെയ്യുക? ഒരിക്കലും അല്ല. മറിച്ച് എന്താ ചെയ്യുക? അയാളിലേക്ക് കൂടുതൽ ഓടുക ചെയ്യുക. അത് ചിലപ്പോൾ നമ്മളെ പ്രാർത്ഥനകൾ കൊണ്ടായിരിക്കും, നമ്മളെ വല്ല അമലുകൾ കൊണ്ടായിരിക്കും. നമ്മൾ എന്തൊക്കെ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ അത് വീണ്ടും 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 ചെയ്യും. അങ്ങനെ അവരുടെ അടുത്തേക്ക് നമ്മൾ ഓടലാണ് അല്ലെ? ഇതാണ് ഖശിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മുഅ്മിനീങ്ങളെ വിഷയത്തില് മുഅ്മിനീങ്ങള് ഖശീങ്ങളായിരിക്കും റബ്ബിനെ പറ്റിയിട്ട്. അള്ളാഹിനെ പറ്റിയിട്ട് അവർക്ക് ഖശിയത്ത് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണിത്. കൊടുക്കുന്നതിനോടൊപ്പം എന്റെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാവോ എന്നുള്ള ഒരു ബേജാറ്. അതേപോലെ തന്നെ നന്മയിലേക്ക് മുന്നേറുക എന്നുള്ളത്, നന്മയിൽ ഒന്നാമതാവുക എന്നുള്ളത്, ഇതൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത് അവര് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? ഇമ്പോർട്ടന്റ് കൊടുത്തോണ്ട് അവർ ഓടി ഓടി പോകും ഈ കാര്യങ്ങളിലേക്ക്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ റബ്ബിനെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മുഅ്മിനീങ്ങള് ഈ മുഅ്മിനീങ്ങളെ പ്രത്യേകതയും അതാണ് ഇവിടെ പറയുന്നത്. അവരെന്താണ്? അവരുടെ റബ്ബിനെ പറ്റിയിട്ട് ഏറ്റവും നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവര് അള്ളാഹിനെ എന്താണ് പറഞ്ഞത്? അള്ളാഹിനെ പേടിക്കേണ്ട രൂപത്തിൽ പേടിച്ച് അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് കൊടുത്തു എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ റബ്ബിനെ നമ്മൾ അറിയേണ്ട രൂപത്തിൽ അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റബ്ബിനോടുള്ള ഖുശൂഅ വരുള്ളൂ. ആ ഖുശൂഅ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മളെ നിഫാഖിനോട് പൊരുതി ജയിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു മുഅ്മിന് ഒരു മുഅ്മിന് രണ്ട് കാര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ഇഹ്സാനിനെയും അതുപോലെ തന്നെ ഈ ഖൗഫിനെയും. ഖൗഫ് എന്താന്ന് മനസ്സിലായല്ലോ. ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നന്മകളിലേക്ക് മുന്നേറാനുള്ളതാണ്. നന്മകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഇഹ്സാന്. അള്ളാഹ്, ഞാൻ എന്റെ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ എന്റെ അള്ളാഹ് അതൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ള വല്ലാത്ത ഇഷ്ടത്തോടു കൂടി നന്മയിലേക്ക് മുന്നേറുന്നതാണ് ഇഹ്സാന്. ഇത് മഖാഫത്തിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഖൗഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
തിന്മകളെ തൊട്ടിട്ട്, നിഫാഖിനെ തൊട്ടിട്ട് എന്ത് ചെയ്യും അവര്? സദാ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു മുഅ്മിന് എന്ന് വെച്ച് കഴിഞ്ഞാല് അവന് ഇഹ്സാനിനെയും അതുപോലെ തന്നെ ഖൗഫിനെയും ജമഅ ചെയ്തുകൊണ്ട് എപ്പോഴും ഒരുമിപ്പിച്ചുകൊണ്ടിരിക്കും. അവന്റെ അടുത്ത് ഖൗഫും ഉണ്ടാവും, തിന്മകളെ തൊട്ടിട്ടുള്ള ഖൗഫും ഉണ്ടാവും, നന്മകളെ തൊട്ടിട്ടുള്ള ഇഹ്സാനും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇനി മുനാഫിഖിന്റെ പ്രത്യേകത എന്താ അറിയോ? മുനാഫിഖ് രണ്ട് കാര്യങ്ങള്, അഥവാ മുനാഫിഖ് രണ്ട് കാര്യങ്ങൾ ജമ ചെയ്യും, അഥവാ ഈസാഹത്ത് ഹി വ അം. മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഒരിക്കലും ഒരു നന്മയിലേക്ക് മുന്നേറാനുള്ള ഹെർസ് ഉണ്ടാവില്ല. അവനെല്ലാതും എന്തിട്ടായിരിക്കും ചെയ്യുണ്ടാവുക? യാന്ത്രികമായിട്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അവന് ഭയങ്കര നിർഭയത്തനായിരിക്കും. അവനക്ക് ഒരു പേടി ഉണ്ടാവില്ല. അവന് നിസ്കരിക്കും, നോമ്പ് നോക്കും, ജക്കാത്ത് കൊടുക്കും, സിക്ർ ചെല്ലും, അദ്കാർ സ്വബാഹ് വൽ മസാ ചെല്ലും, ഖുർആൻ ഓതും. ഇതൊന്നിനെ തൊട്ടിട്ട് അവനെ പേടിക്കൂല. അവനക്ക് ഒരു പേടി ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ലെങ്കിൽ ഞാനൊരു ഒരു സ്വഹാബിയെ പറ്റിയിട്ട് പറഞ്ഞുതരാം. അഥവാ ജുബൈർ ബിനു സ്വഹാബി അല്ല, ആ ജുബൈർ ബിനു നുഖൈർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താബിഈ, താബിഈകളിൽ പെട്ടിട്ടുള്ള പണ്ഡിതനാണ് ജുബൈർ ബിനു നുഖൈർ. അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യണം, നമ്മളെ സഹാബിയായിട്ടുള്ള അബൂദർദാഇന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അബൂദർദാഇന്റെ അടുത്തേക്ക് എത്തിയതാണ്. അപ്പൊ അബൂദർദാഇന്റെ അടുത്ത് എത്തിയ സമയത്ത് അബൂദർദ എന്ത് ചെയ്യാണ്? റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ച് ദീർഘമായി നിസ്കരിച്ച് സലാം വീട്ടുന്നതിന് മുമ്പ്, നമുക്കറിയാം സലാം വീട്ടുന്നതിന് മുൻപുള്ള ആ ഒരു ടൈം ഭയങ്കര ഷാർപ്പായിട്ടുള്ള ടൈമാണ് അല്ലെ? ദുആക്കൊക്കെ ഉത്തരം കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം വസിയത്ത് അഥവാ നസീഹത്ത് കൊടുത്തിട്ടുള്ള സമയമാണ്. അല്ലാഹുമ്മ അഇന്നി അലാ സിക്രിക, നീ ചൊല്ലണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ ലാസ്റ്റ് സമയം സലാം വീട്ടുന്നതിന് മുന്നുള്ള സമയം എന്താണ്? അത് പ്രാർത്ഥനക്ക് വളരെയധികം ഉത്തരം കിട്ടുന്ന ഏറ്റവും ഷാർപ്പായിട്ടുള്ള ടൈമിൽ പെട്ട ഒന്നാണ്. ഈ അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്? സ്വലാത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അഥവാ തശഹുദില് ഇരുന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യാണ്? അള്ളാഹുവിനോട് നിഫാഖിനെ തൊട്ടിട്ട് ശരണം തേടുകയാണ്. യതഅവ്വദു ബില്ലാഹി മിനൻ നിഫാഖി വയക്സിറു മിൻ ദാലിക്. ഇതിങ്ങനെ ഒരു തവണ അല്ല, അഥവാ നിഫാഖിനെ തൊട്ടിട്ട് അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടിരിക്കുകയാണ്. നിഫാഖിൽ നിന്ന് അള്ളാഹിനോട് കാവലിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം സലാം വീട്ടി ആ ശേഷം അബൂദർദാഇനോട് നമ്മളെ ജുബൈർ ബിൻ നഖീർ റഹിമഹുല്ലാഹ് ചോദിക്കാണ്, അല്ല അബൂദർദ, നിങ്ങൾക്ക് എന്താണ് ഇപ്പോ, നിങ്ങൾക്ക് എന്താ പറ്റിയത് അബൂദർദ? ആ സഹാബിനോട് ചോദിക്കുന്ന ചോദ്യം, മാലക്കയ അബൂദർദ, അല്ല അബൂദർദ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്ര അധികം നിഫാഖിനെ പറ്റിയിട്ട് അള്ളാഹിനോട് കാവലിനെ തേടുന്നത് എന്നുള്ള രൂപത്തിൽ, അഥവാ ഈ സഹാബി നിഫാഖിനെ നിഫാഖിൽ നിന്ന് അത്രയധികം അള്ളഹാനോട് ആ സലാം വിട്ടുന്നതിന്റെ ലാസ്റ്റ് പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? കാവലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം അബൂദർദ റളിയല്ലാഹു അൻഹു ആരാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഹദീസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബത്തില് ഒരാളായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹു. അപ്പോ ഈ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എന്നിട്ട് നമ്മളെ ജുബൈർ റഹിമഹുല്ലാഹ് ചോദിക്കുകയാണ്, അല്ല അബൂദർദ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇത്രയധികം നിഫാഖിനെ തൊട്ടിട്ട് കാവലിനെ തേടിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫഖാല റളിയല്ലാഹു അൻഹു, സഹാബി അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനത് ഒഴിവാക്കേ, അള്ളാഹുവാണ് സത്യം, ഞാനത് ഒഴിവാക്കി, ഞാനത് പ്രാർത്ഥിക്കാതിരിക്കെ തീർച്ചയായിട്ടും എന്താണ് അവന് ഒരു വ്യക്തി അവന്റെ ഹൃദയത്തില് അത്രയധികം കാവലിന് കാവലിനെ തേടേണ്ടതായിട്ടുള്ള വേറെ ഒന്നും ഇല്ല എന്നുള്ള രൂപത്തില് അബൂദർദ റളിയല്ലാഹു അൻഹു അവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ നിമിഷത്തില് കടന്നുകൂടുന്ന ആ ഒരു നിഫാഖ് നിമിത്തം എന്താവും?
അവന്റെ ഈമാൻ, അവന്റെ എല്ലാ ഈമാനും എന്തായി പോവും, അവന്റെ അടുത്തുനിന്ന് തീർന്നു. ഒന്ന് മനസ്സിലാക്കണം. ആ ഒരു നിമിഷത്തെ നിഫാഖ് എന്നിൽ കടന്നു കൂടുന്ന് കരുതിയിട്ടാണ് അബൂദർദ റളിയല്ലാഹു അൻഹു സലാം വീട്ടുന്നതിന് മുമ്പ് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മള് മറ്റൊരു സഹാബി, അത് അബ്ദുല്ലാഹിബിൻ ഇബ്നു മുലൈക്ക റഹ്മഹുള്ള പറയുന്നത് കാണാൻ പറ്റും. ഞാന് റസൂലിന്റെ 30 സഹാബിമാരെ അടുത്ത് പോയി. ആ 30 സഹാബിമാരും എന്താണ്, നിഫാഖിനെ തൊട്ട് പേടിക്കാത്തവരായിട്ട് ആ 30 സഹാബിമാരെ ഞാൻ കണ്ടില്ല. ആ 30 സഹാബിമാര് സദാ നിഫാഖ്, ഞാൻ മുനാഫിക്കാവോ എന്ന് ഭയപ്പെട്ടുകൊണ്ടേയിരുന്നു. അവരെ ഓരോ അമലുകളിലും അവർ അതിനെ തൊട്ട് കാവലിനെ തേടിക്കൊണ്ടേ ഇരുന്നിരുന്നു എന്ന്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണം. സുബ്ഹാനല്ലാഹ്, ഉമർ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഷെയ്ത്താൻ മറ്റൊരു വഴിയിലൂടെ പിന്തിരിഞ്ഞു പോകുന്നു പറഞ്ഞിട്ടുള്ള ആ ഉമർ റളിയല്ലാഹു അൻഹു, ഈമാനിന്റെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ ശക്തമാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു നമ്മളെ സഹാബിയായിട്ടുള്ള ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോവാണ്. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് എന്താണ്, അല്ല ഹുദൈഫ, എന്നെ പറ്റിയിട്ട് എന്റെ റസൂല് ഞാൻ മുനാഫിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോയിട്ട്. ഹുദൈഫനോട് ഏറ്റവും സൗമ്യമായിട്ട് പെരുമാറിയിട്ട് ഹുദൈഫന്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ, അല്ല ഹുദൈഫ, അഥവാ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പം റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകൾ ആരൊക്കെയാണെന്ന് വഹി കൊടുത്തിട്ടുണ്ട്. അത് റസൂല് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു വ്യക്തി ആരായിരുന്നു, ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു പേടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് എത്തിയിട്ട് ചോദിക്കുകയാണ്, അല്ല ഹുദൈഫ, ഞാന് ആ കൂട്ടത്തിലുണ്ടോ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കണ്ടേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല ഉമർ, താങ്കൾ ഇല്ല. റസൂലുള്ളാഹി മുനാഫിഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പട്ടികയിൽ താങ്കൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഉമർ റളിയല്ലാഹു അൻഹു സമാധാനിക്കായിരുന്നു. പക്ഷെ ആ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും കൂടുതൽ പേടിക്കുക ചെയ്തത്. നമ്മളൊക്കെ ആണെങ്കിലോ, ഇവിടെ അത് പറഞ്ഞു പിന്നെ നമ്മളെന്തായി, ജോളിയായില്ലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന സമയത്തിൽ നമ്മൾ നോക്കണം, ഫജ്റിന്റെ സമയത്ത് മജൂസിയായ അബൂ ലുഅ്ലുഅ വന്നിട്ട് രണ്ട് ഇരുതല മൂർച്ചയുള്ള വിഷം പുരട്ടിയ വാളുണ്ട്, കത്തിയുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് കുത്തുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിലേക്കും കുത്തുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി. പിന്നീട് കുറച്ച് സമയത്തോളം ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, ജീവൻ അങ്ങനെ ഉണ്ട്. പിന്നെ വൈകിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്, ഷഹീദാവുന്നത്. സമയത്ത് ബോധം വന്ന സമയത്ത് ചുറ്റും കൂടി ഇരുന്നിടത്ത് ആദ്യം ചോദിച്ചത് സ്വലാത്തിനെ പറ്റിയിട്ടാണ് അല്ലെ. സ്വലാത്ത് എന്തായി, ജമാഅത്ത് എന്ന് ചോദിച്ച സമയത്ത് അതെന്താ പറഞ്ഞത്, ജമാഅത്ത് എന്തായിട്ടുണ്ട്, അതവിടെ പരിപൂർണമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു റക്അത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുകയാണ്. കാരണം ഒരു റക്അത്തെ നിസ്കരിച്ചിട്ടുണ്ടെന്നുള്ളൂ. രണ്ടാമത്തെ റക്അത്തിലേക്ക് പോയിട്ടില്ല. അപ്പോഴേക്കാണ് ഈ സംഭവം നടന്നത്. നിസ്കാര ശേഷം മകൻ അബ്ദുള്ളാന്റെ അടുത്ത് കുറച്ച് പാല് കൊണ്ടുവരാൻ പറയുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. ആ പാല് കൊടുന്ന് കുടിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ നിന്ന് വയറ്റിലേറ്റ് കുത്തിന്റെ ആ ഒരു ആഘാത നിമിത്തം എന്ത് ചെയ്യാണ്, പാല് പുറത്തേക്ക് വരികയാണ്. കുടിച്ച പാല് ശരീരത്തിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം അത്രയും നിങ്ങൾക്ക് വിഷ്വൽ ചെയ്ത് പറയാൻ കാരണം, അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട് ഇങ്ങനെ ഉണ്ടായിരുന്ന ഉമർ എന്തായിരുന്നു ചെയ്തതെന്ന്. അങ്ങനെ ആ സമയത്ത് അവസാനം സക്രാത്തിൽ നിൽക്കുന്ന കഠിനമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ അബ്ദുള്ള ആരാണെന്ന് ആലോചിക്കണം. റസൂലിന്റെ പ്രത്യേക, അഥവാ നമ്മളെ മക്കളിൽ ഇപ്പൊ കുറച്ചും കൂടി എന്താ പറയാ, എല്ലാരാലും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൺകുളിർമുള്ള ഒരു കുട്ടി നിങ്ങളെ അവസാന സമയത്ത് നിങ്ങളെ അടുത്ത് ഉണ്ടാവുക, ആ കുട്ടി നിങ്ങളെ തലയെടുത്ത് അവന്റെ മടിയിൽ വെക്കാന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളതായിരിക്കും അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റസൂലിന് പ്രത്യേകം ഇഷ്ടമായിട്ടുള്ള സഹാബിയാണ് അബ്ദുള്ള. അഥവാ അബ്ദുല്ലാഹിബിന് ഉമറിനെ പറ്റിയിട്ട് ബാക്കിയുള്ള സഹാബത്ത് പറഞ്ഞത്, സ്വർഗത്തിലേക്ക് ആരാ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ പറ്റുന്ന ഒരു സഹാബി അബ്ദുള്ളയാണ്. അത്രയും മഹാനായ സഹാബിയാണ്, അത്രയും ശ്രേഷ്ഠനാണ് തന്റെ മകന് അബ്ദുള്ള.
ആ അബ്ദുള്ള വാപ്പാന്റെ തല മണ്ണിലാണ്. മണ്ണീന്ന് തല എടുത്തിട്ട് മടിയിൽ വെക്കുന്ന സമയത്ത് വാപ്പ ആയിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു മോനെടുത്ത് പറയുന്നുണ്ട്, മോനെ പെണ്ണു മോനെ എന്ത് ചെയ്തോ, എന്റെ തലങ്ങൾ മണ്ണിലൊന്നും വെക്കണ്ട, സോറി നിന്റെ മടിയിൽ വെക്കണ്ട, അത് മണ്ണിൽ തന്നെ കിടക്കട്ടെ. ആ മണ്ണിൽ കിടന്ന് അത് വേദന, ഈ ഉമറിന്റെ ശരീരം വേദന കൊണ്ട് പൊളയുന്നത് കണ്ടിട്ടെങ്കിലും ഉമറിന്റെ റബ്ബിന് കാരുണ്യം തോന്നിയിട്ട് ഉമറിനൊന്ന് എന്ത് ചെയ്തട്ടെ, സ്വീകരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അശറുൽ മുബശ്ശിരീന ബിൽ ജന്ന, രണ്ടാമനായിക്കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഫാഖിനെ പറ്റി തന്റെ സക്കറാത്തിന്റെ വേളയിൽ പോലും ഭയപ്പെട്ടിട്ടുള്ള രൂപമാണ് ഇവിടെ കാണാനുള്ളത്. നമ്മളൊക്കെ എന്നാണ് അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ചിട്ടുള്ളത്? ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴാണ് റബ്ബെ ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ, അതല്ല ഇത് നിഫാഖായി പോയിട്ടുണ്ടോ നമുക്ക് പേടി വന്നിട്ടുള്ളത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് പോയി നോക്കണം നമ്മള്. അഥവാ മുനാഫിക്ക് എപ്പോഴും നിർഭയനായിരിക്കും, അവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര സമാധാനമായിരിക്കും. ഒരു മുഅ്മിനാണെങ്കിൽ അവർക്ക് എപ്പോഴും ഹൗഫായിരിക്കും ഉണ്ടാവുക, അവർക്ക് എപ്പോഴും പേടിയാവും ഉണ്ടാവുക. അത് നീ എടുത്തിട്ടുണ്ടാവുമോ, എഹ്സാനായിരിക്കും അവനക്ക് ഉണ്ടാവുക, ഇതിന്റെ റബ്ബിൻ തൃപ്തിയായിട്ടുണ്ടാവുമോ എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സദാ കരുതിയിരിക്കുക, പരമവഞ്ചകനായ ഷെയ്ത്താന് നമ്മൾ ഒരു തരത്തിലും വഴിപഴപ്പിക്കാൻ കണ്ടില്ലെങ്കിൽ അവന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വൈറസ് ആയിട്ടുള്ള ഈ വൈറസ് നമ്മിലേക്ക് ഇട്ടുതരും. അത് നമ്മൾ കണ്ടറിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ മാരകമായിട്ടുള്ള ഒന്നില്ല. അവസാനം അത് നമ്മളെ കാർന്നു തിന്ന് നമ്മളെ ജഹന്നമിലേക്ക് എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തോട് പറയപ്പെടുകയാണ്, അഥവാ ജനങ്ങളിൽ ചില ആൾക്കാർ പറയാണ്, അവർക്ക് എന്താണ് ഒരു നിഫാഖും ഇല്ലാന്ന് പറയപ്പെട്ട ചില ആൾക്കാരെ കണ്ടു എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഹസനുൽ ബസരി റഹ്മത്തുള്ള, നമ്മൾ ഈ ഹസനുൽ ബസരി റഹ്മത്തുള്ളയെ പറ്റിയിട്ടൊന്ന് നോക്കണം. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ സീറ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഏറെ മഹാനായിട്ടുള്ള താബിയാണ്, ഏറെ ശ്രേഷ്ഠനായിട്ടുള്ള ഹാക്കിമാണ് ഹസനുൽ ബസരി റഹ്മുള്ള. നമ്മളെ ഉമ്മയായിട്ടുള്ള ഹസനുൽ ബസരി റഹ്മുള്ള ആരാന്നും കൂടി ഞാൻ പറയട്ടെ. നമ്മളെ ഉമ്മയായിട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, ഖൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അവരിൽ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാണ് ഹസനുൽ ബസരി റഹിമഹുല്ല. റസൂലിന്റെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അഥവാ റസൂലിന്റെ പ്രിയപ്പെട്ട, അഥവാ നമ്മുടെ ഉമ്മയോടൊപ്പം ഉമ്മ പേരിട്ട് കൊടുത്തതാണ് ഹസൻ എന്നുള്ളത്. നമ്മളെ ഉമ്മയായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീനായിട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ തന്നെ മൗലയായിരുന്നു, പിന്നീട് സ്വതന്ത്രയാക്കിയ ഖൈറന്റെ കുട്ടിക്ക് അൽ ഹസൻ എന്ന് പേരിട്ട് കൊടുക്കുന്നത്. ബസാറയിലാണ് വാപ്പ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ബസരി എന്ന് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ മനസ്സിലാക്കണം. ഈ ഹസനുൽ ബസരി റഹിമഹുല്ല നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ആ പണ്ഡിതൻ താബിയാണ്. ആ താബിയായിട്ടുള്ള ഹസനുൽ ബസരി റഹിമഹുല്ലന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ചില ആൾക്കാർ അവര് പറയണം അവർക്ക് യാതൊരു നിഫാഖും ഇല്ല, അവർ കംപ്ലീറ്റ് ക്ലിയർ ആണെന്ന് പറയും. ഈ ഒരു വാർത്ത വന്നിട്ട് ഹസനുൽ ബസരി റഹിമഹുല്ലന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഫഖാല റഹിമഹുല്ല, അദ്ദേഹം പറയാണ്, ഞാൻ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ നിഫാഖിൽ നിന്ന് പരിപൂർണമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് വഴങ്ങുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടെ ഞാൻ പറയാം, ഞാൻ എങ്ങാനും നിഫാഖിൽ നിന്ന്, അഥവാ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഉമ്മുൽ മുഅ്മിനായിട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹന്റെ അടിയിൽ, അവരുടെ ശിക്ഷണത്തിൽ, അവരുടെ കീഴിലായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള മകനാണ്, അവരുടെ മൗലക്ക് ഉണ്ടായിട്ടുള്ള മകനാണ് ഹസനുൽ ബസരി റഹിമഹുല്ല. എത്രമാത്രം നബി കുടുംബത്തോട് അടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം, അല്ലെ? സുബ്ഹാനല്ലാഹ്, ആ വ്യക്തി ഹാക്കിമായിട്ടുള്ള ആബിദായിട്ടുള്ള ജാഹിദായിട്ടുള്ള ഹസനുൽ ബസരി റഹിമഹുല്ലാണ് പറയുന്നത്, എന്നോട് ഞാൻ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഹസനുൽ ബസരി നിഫാഖിൽ നിന്ന്, മുനാഫിഖിൽ നിന്ന് പരിപൂർണമായിട്ടും എന്താണ്
രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നതാണ്. എനിക്ക് ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് കീഴ്വണങ്ങ അഥവാ എനിക്ക് എന്നെ അനുസരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഹസനുൽ ബസീർ റഹിമുള്ള തന്നെ പറഞ്ഞൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു. വല്ലാഹി അള്ളാഹു ആണ് സത്യം. മാ അസ്ബഹ വലാ അംസ, രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ, ഒരു മുഅ്മിന് അവനെന്താണ് ഇല്ലാ വഹുവ യഖാഫു നിഫാഖ് അനിൻ നഫ്സ്. ഒരു മുഅ്മിന് അവന് രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ സ്വന്തത്തില് നിഫാഖിനെ ഭയന്നിട്ടല്ലാതെ ഒരു മുഅ്മിന് ഉണ്ടാവൂല എന്നുള്ളത് ആലോചിച്ച് നോക്കി. നമ്മളെ അവസ്ഥ എന്താണ് എന്നുള്ളത്. നമ്മള് മുഅ്മിനാണെങ്കിൽ നമുക്ക് അത്രമേൽ അത് ഭയപ്പെടുത്തും. നമ്മൾ മുഅ്മിനല്ലെങ്കിൽ നമുക്കത് യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാക്കൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് തന്നെ ഇതോട് ചേർത്ത് പറയാണ്, ഇദ്ദേഹം തന്നെ പറയാണ്, തീർച്ചയായിട്ടും അള്ളാഹു ആണ് സത്യം. ഒരു മുഅ്മിനല്ലാതെ നിഫാഖിനെ പറ്റിയിട്ട്, കാപട്യത്തെ പറ്റി പേടിക്കുകയും അതിൽ നിന്ന് ഖൗഫോട് കൂടി പിന്തിരിഞ്ഞോടുകയും അതിനെ കരുതിയിരിക്കുകയും ചെയ്യൂല. അതേപോലെ തന്നെ ഒരു മുഅ്മിനല്ലാതെ നിഫാഖിനെ തൊട്ടിട്ട് ആശ്വസിക്കൂല, അല്ലെങ്കിൽ നിർഭയനായി ഇരിക്കൂല. ആരല്ലാതെ? ഒരു മുനാഫിഖ് അല്ലാതെ. ഒരു മുനാഫിഖിന് മാത്രാണ് കാപട്യത്തെ പറ്റിയിട്ട് സമാധാനിച്ചിരിക്കാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കുകയാണ്, അത്തഖാഫു നിഫാഖ്, അല്ല നിങ്ങൾക്ക് പേടിയുണ്ടോ, നിഫാഖിനെ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അല്ല, ഞാൻ എങ്ങനെയാണ് ഈ നിഫാഖിനെ തൊട്ടിട്ട് നിർഭയനാവുക? തീർച്ചയായിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിഫാഖിനെ തൊട്ടിട്ട് പേടിച്ചിട്ടുണ്ട് എന്നിരിക്കെ ഞാൻ എങ്ങനെയാണ് ഈ നിഫാഖിനെ തൊട്ടിട്ട് പേടിക്കാതിരിക്കുകയെന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മുആവിയത്ത് ഇബ്നു ഖുറത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന കാണാൻ പറ്റും, തീർച്ചയായിട്ടും എന്റെ അടുക്കല് ഒരു, അഥവാ ഇത് സ്വഹാബിയാണ് നമ്മൾ മനസ്സിലാക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായിട്ടും എന്റെ അടുക്കല് ഒരു നിഫാഖും ഇല്ലാതെ ഞാൻ ക്ലിയർ ആണ് എന്ന് ഉള്ളത് ഞാൻ അറിയലാണ്. എനിക്ക് ദുനിയാവും അതിലുള്ളതിനെ അത് ഉള്ളത് അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും ഇഷ്ടമായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തീർച്ചയായിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ഈ നിഫാഖിനെ തൊട്ടിട്ട് പേടിച്ചിട്ടുണ്ടെങ്കില് വലാ അഖ്ശാഹു അന, ഞാൻ പിന്നെ എങ്ങനെയാണ് അതിനെ തൊട്ട് പേടിക്കാതിരിക്കുക? സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിഫാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ചുരുങ്ങിയ നമ്മളെ സലഫുകൾ അതിനെപ്പറ്റി പേടിച്ചതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ നിസായില് പറഞ്ഞിട്ടുള്ള ആയത്ത്, അത് കഴിഞ്ഞ തവണയും ഞാൻ ഓർമ്മിപ്പിച്ചതാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവരുടെ നിസ്കാരത്തിൽ വളരെ കുറച്ച് മാത്രം അവർ അള്ളാഹിനെ ഓർക്കുള്ളൂ. ബോധപൂർവം അവര് അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുനാഫിക്കുകളുടെ ഏറ്റവും വലിയ അടയാളാണിത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, മുനാഫിഖിന് 3 അടയാളമുണ്ട്. ഇദാ ഹദ്ദസ കസബ്, സംസാരിച്ചവൻ എന്ത് ചെയ്യും? കളവ് പറയും. അതുപോലെ തന്നെ വാക്ക് കൊടുത്താൽ അത് പാലിക്കൂല. അതുപോലെ തന്നെ വിശ്വസിച്ചാൽ വഞ്ചിക്കും എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സംസാരിച്ചാൽ കളവ് പറയാന്നുള്ളത് ചിലപ്പോ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാതെ പറയുന്നുണ്ടെങ്കിലും ആ ഒന്നുപോലും അതിലേക്ക് നമ്മളെ തള്ളിയിടാൻ പാകത്തിലുള്ളതാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അനസ് റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് ബന്ധപ്പെടുത്തി പറയുന്ന ഹദീസുമായി ചേർത്തിയിട്ട്
ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുനാഫിഖിന്റെ അഥവാ ഖാമുല സ്വലാത്തി ഖാമു കുസാല എന്ന് പറഞ്ഞ ഭാഗത്തിൽ ചേർത്തി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആ മുനാഫിക്കുകളുടെ അടയാളം എന്താണ്? തഅഖീറു സ്വലാത്തി അൻ വഖ്തിഹ. അവര് നിസ്കാരത്തെ അതിന്റെ സമയത്തിൽ നിന്ന് തെറ്റിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവര് അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അതിൽ ഓർക്കുന്നുണ്ടാവൂല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുനാഫിഖ് എന്നുള്ളത്, നിഫാഖ് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആക്ഷേപിച്ചിട്ടുള്ള, ഒരുപാട് കരുതിയിരിക്കാൻ നമ്മളെ ബോധേഡാക്കിയിട്ടുള്ള വിഷയമാണ് ഈ മുനാഫിഖ് എന്ന് പറയുന്നത്, നിഫാഖ് എന്ന് പറയുന്നത്. മുഷ്രിക്കുകളെക്കാളും കാഫറുകളെക്കാളും ഒക്കെയും മുന്നേ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കപ്പെടുന്ന വിഭാഗവും ആരാണ്? മുനാഫിക്കുകളാണ്. അതുകൊണ്ട് തന്നെ സദാ കരുതിയിരിക്കുക. നമ്മൾ ഓരോ നിസ്കാരം കഴിയുമ്പോഴും ഓരോ ഇബാദത്ത് കഴിയുമ്പോഴും അതിൽ നമ്മൾ എത്രമാത്രമാണ് ഹൃദയം കൊടുത്ത് നമ്മൾ ചിന്തിച്ച് പറഞ്ഞതെന്നും നമ്മൾ ആലോചിച്ച് വെക്കുക. അത്ര മാത്രമാണ് നമുക്ക് നമ്മളെ നിസ്കാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്ര മാത്രമാണ് നമുക്ക് നേടാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ നിഫാക്ക് കടന്നു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ബോധം, ഭയം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും 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 പറയുന്ന ഒരു കാര്യം, ഒരിക്കലും നമ്മൾ അശ്രദ്ധയിലായി പോകുകയേ ചെയ്യരുത്. കാരണം അത്രമാത്രം ഭയപ്പെടുത്തുന്ന വിഷയമാണ് നിഫാഖ് എന്ന് പറയുന്നത്. ഇതിനെ തൊട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ആശ്വസിക്കുന്നവരാവരുത്. ഞാൻ മുനാഫിഖ് അല്ല, ഞാൻ മുനാഫിഖ് ആയിരിക്കൂല എന്ന് നിങ്ങൾ ഒരാളും സമാശ്വസിക്കരുത് എന്നുകൂടി പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنا نعوذ بك من النفاق. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء ولساننا من الكذب. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. ഈ പറഞ്ഞതില് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അള്ളാഹുവിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുള്ളതാണ്. ഇതിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പറയട്ടെ, എന്നിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു നൽകുമാറാവട്ടെ. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, തിരുത്തുന്നതായിരിക്കും ഉറപ്പായിട്ട് ഇൻഷാ അല്ലാഹ്. നിഫാഖിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ ആമീൻ യാ റബ്ബൽ ആലമീൻ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته. عليكم السلام.